ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവൽ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും ടേസ്റ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്കതെങ്ങനെ തയ്യാറാക്കിയതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ പായസത്തിന് ആവശ്യമായിട്ട് ഞാനത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഞാനൊരു കുറച്ച് അവിലെടുത്തിട്ടുണ്ട് കേട്ടോ. അവിലിതാ ഇതുപോലെയുള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവിലും ചെയ്തെടുക്കാം കേട്ടോ. ആ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ അവിലൊക്കെ നല്ലതുപോലെ ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് പാല് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പാലിട്ട് നമ്മൾ അവിലൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ അവിലൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ഈ ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ശർക്കര ചൂടോടെ കൂടെ തന്നെ പാലിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ പാല് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ആക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ പഞ്ചസാര വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ പാല് ചേർക്കുമ്പോൾ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇനി ഇത് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധിക ചിലവുകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മളെ മക്കൾക്കും നമുക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെ സപ്പോർട്ടിനായി മാത്രമാണ് എനിക്കിതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.